அவன் கொடுக்குற மென்டல் டார்ச்சர் என்னால் தாங்க முடியல. உடல் ரீதியாகவும் என்னால் அவங்க கூட உண்மையாலுமே இருக்க முடியல. ரொம்ப டார்ச்சராக இருக்கு. டெய்லியும் மென்டலி என்னை அசால்ட் பண்ணுறாங்க, ஃபிசிக்கலாக ஈவன் டார்ச்சர் பண்ணுறான். என்னால் இதுக்கு மேலே இந்த வாழ்க்கையை കണ്ടിന്യൂ பண்ண முடியும்னு തോന്നല. നമസ്കാരം. തമിഴ്നാട് തിരുപ്പൂരിലുള്ള റിദാന്യ എന്ന് പറയുന്ന പെങ്കൊച്ച് തൻ്റെ അച്ഛനമ്മമാർക്ക് അയച്ച ഒരു വോയിസ് നോട്ടിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഏപ്രിൽ 11, 2025, അതായത് 2 മാസം മുമ്പ് കല്യാണം കഴിഞ്ഞ ഈ പെങ്കൊച്ച് കഴിഞ്ഞ മാസം ജൂൺ 28-ാം തീയതി ആത്മഹത്യ ചെയ്തു. കാരണം സ്ത്രീധന പീഡനം. അപ്പം ചിലരെങ്കിലും വിചാരിക്കും, ചിലപ്പോൾ കാശൊന്നും കൊടുക്കാതെയായിരിക്കും കല്യാണം കഴിപ്പിച്ചതെന്ന്. അല്ല, 300 പവൻ സ്വർണവും 70 ലക്ഷത്തിൻ്റെ ഒരു കാറ് കൊടുത്താണ് ഈ പെങ്കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്. ഈ പെങ്കൊച്ചിൻ്റെ വീട്ടുകാർക്കും പണമുണ്ട്, ഈ കല്യാണം കഴിഞ്ഞ് ചെന്ന ആ വീട്ടുകാർക്കും നല്ല പണമുള്ള ആൾക്കാരാണ്. പിന്നെ എന്തുകൊണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇത് നടന്നു? പിന്നെ എന്തുകൊണ്ട് ആ പെൺകൊച്ച് ജീവിക്കാൻ വേറെ ഒരു വഴിയില്ലാണ്ട് ആത്മഹത്യ ചെയ്തു? കല്യാണത്തിന് ശേഷം ഈ പയ്യൻ്റെ പേര് കവിൻ കുമാർ. അവനും അവൻ്റെ വീട്ടുകാർക്കും ഒരു ചിന്ത തുടങ്ങി. എനിക്ക് ഇത്രയും കിട്ടിയാൽ പോരാ, എനിക്കിതിലും കൂടുതൽ യോഗ്യതയുണ്ട്. എൻ്റെ അയൽവക്കത്തുള്ള പയ്യന് 500 പവൻ കിട്ടി, ഞങ്ങൾക്കാണെങ്കിൽ സമൂഹത്തിൽ വളരെ ഉയർന്ന നിലയിലുള്ള സ്ഥാനമുണ്ട്, പൊളിറ്റിക്കലായിട്ട് നിറയെ ബന്ധങ്ങളുണ്ട്, അപ്പോൾ എനിക്ക് ഇത്രയും കിട്ടിയാൽ പോരാ. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ആ പയ്യനും വീട്ടുകാരും ഈ പെണ്ണിനോട് കൂടുതൽ കാശ് ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ പെൺകൊച്ച് സ്വന്തം വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അമ്മയെ എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാർ എന്താ പറഞ്ഞതെന്നറിയോ? കല്യാണം കഴിയുമ്പോൾ ആദ്യ സമയത്ത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്ക്, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന്. ഇത് ഇപ്പോഴും പല വീട്ടുകാരും പറയുന്ന ഒരു കാര്യമാണ്. ആ പെൺകൊച്ച് അതും കേട്ട് നേരെ തിരിച്ച് ആ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം ആ പെൺകൊച്ച് നല്ല രീതിയിൽ, നല്ല സ്വഭാവത്തിൽ വളർന്ന പെൺകൊച്ചാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും സ്വന്തം അച്ഛനമ്മയോടും പറയും. വേറെ ആ കൊച്ചിന് വേറൊരു വഴിയും അറിയത്തില്ല. അപ്പം ആ കൊച്ചിന് ആകെ ഉണ്ടായിരുന്നൊരു വഴി സ്വന്തം അച്ഛനമ്മയോട് ഈ കാര്യങ്ങൾ പറയുക എന്നതാണ്. അത് പറഞ്ഞപ്പോൾ ഇതാണ് കിട്ടിയ ഉത്തരം. പിന്നെ ആ പെൺകൊച്ചി എവിടെ പോകും? വീണ്ടും തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി. വീണ്ടും പീഡനം, മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനം. അവസാനം വേറെ ഒരു വഴിയില്ലാണ്ട് ആ പെൺകൊച്ചി ഒരു അമ്പലത്തിൻ്റെ പുറത്ത് ഒരു കാറിനകത്ത് ഇരുന്ന് എല്ലാ കാര്യങ്ങളും അച്ഛനമ്മയ്ക്ക് വോയിസ് മെസ്സേജ് അയച്ചു. എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നെല്ലാം പറഞ്ഞ് കരഞ്ഞ് ഈ വോയിസ് നോട്ട് അയച്ച് കീടനാശിനി കഴിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. ഞാനിപ്പോൾ ആ ഓഡിയോ മൊത്തം കേൾപ്പിക്കാം. அவங்க அப்பா அம்மா, கவின், இவங்க எல்லாருமே பிளான் போட்டு தான் எனக்கு கல்யாணம் பண்ணியிருக்காங்க. அவங்க கொடுக்குற மென்டல் டார்ச்சர் என்னால் தாங்க முடியல. உடல் ரீதியாகவும் என்னால் அவங்க கூட உண்மையாலுமே இருக்க முடியல. ரொம்ப டார்ச்சராக இருக்கு. டெய்லியும் மென்டலி என்னை அசால்ட் பண்ணுறாங்க, ஃபிசிக்கலாக ஈவன் டார்ச்சர் பண்ணுறான். என்னால் இதுக்கு மேலே இந்த வாழ்க்கையை கண்டினியூ பண்ண முடியும்னு தோணலை. என் உலகமே நீங்களும் அம்மாவும் தான். நீங்களாம் என்னை பற்றி கண்ட கனவும் வச்ச ஆசையும் எதுவுமே நிறைவேறல. ஆனால் என்னோட கடைசி மூச்சோட நம்பிக்கை நீங்கள் மட்டும்தான். உங்களால் வாய்விட்டு சொல்லவும் முடியல, அதே சமயம் என்னை இப்படி பார்க்கவும் முடியல. என்னால் நீங்கள் படுற வேதனை எனக்கு புரியுது. என்னை மன்னிச்சிருங்கப்பா, என்னை மன்னிச்சிருங்கம்மா. அவ்வளோதான், முடிஞ்சு போச்சு எல்லாமே. ലോകത്ത് ഒരു അച്ഛനമ്മയ്ക്കും ഈ ഒരു ഗതി ഉണ്ടാകരുത്. സ്വന്തം മകൾ മരിക്കുന്നതിന് മുമ്പ് അയച്ച വോയിസ് നോട്ട്. ജീവിതകാലം മൊത്തം ഇവർക്കിത് മറക്കാൻ സാധിക്കുമോ? എന്തുമാത്രം വേദനയായിരിക്കും ആ അച്ഛനും അമ്മയും ഇനി അനുഭവിക്കുക. അപ്പം ഇനി ഇത് നടക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, അത് ആൺകുഞ്ഞായിക്കോട്ടെ പെൺകുഞ്ഞായിക്കോട്ടെ, നമ്മൾ നല്ല ഹോസ്പിറ്റൽ നോക്കും. കാരണം കൊച്ചു സേഫായിട്ട് ജനിക്കണം. പിന്നീട് ആ കുഞ്ഞ് വളരുമ്പോൾ നല്ല സ്കൂള്, നല്ല കോളേജ്, നല്ല വിദ്യാഭ്യാസം. കാരണം എന്താ? ആ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാക്കണം. ഇതെല്ലാം നോക്കുന്ന ആളുകൾ കല്യാണം വരുമ്പോൾ ഇതൊക്കെ മറക്കും. ആ സമയത്ത് അവർ സ്റ്റാറ്റസ്, പണം, ഇത് മാത്രം നോക്കി കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചു വിടും. സ്ത്രീധനം കൊടുത്ത് മകളെ പറഞ്ഞയച്ചാൽ പോകുന്ന വീട്ടിൽ മകൾ സുരക്ഷിതരായിരിക്കും എന്നുള്ള ചിന്ത
ശരിക്കും പറഞ്ഞൊരു മണ്ടത്തരമാണ്. ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു കൊലക്കയറാണ്. നിങ്ങൾ ശരിക്കും ഈ കൊലക്കയറ് കൊടുത്താണ് മകളെ പറഞ്ഞയക്കുന്നത്. ഏതു സമയവും ആ കൊലക്കയറ് മകളുടെ കഴുത്തിൽ കയറും. ഇത് സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു സ്ത്രീധനം ആവശ്യപ്പെട്ട് നിങ്ങളുടെ മകളെ ഒരാൾ കല്യാണം കഴിച്ചാൽ അവൻ കല്യാണം കഴിക്കുന്നത് നിങ്ങളെ മകളെയല്ല, ആ സ്ത്രീധനത്തെയാ. നാളെ ആ സ്ത്രീധനം പറ്റില്ല എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അവന് കൂടുതൽ ഡിമാൻഡ് തോന്നിയാൽ, നിങ്ങളുടെ മകളെയും നിങ്ങളെയും ബുദ്ധിമുട്ടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്ത്രീധനം കൊടുത്തിട്ട് മകള് സന്തോഷമായിട്ട് ഇരിക്കും എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. ഒരു കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ആൺവീട്ടുകാരും പെൺവീട്ടുകാരും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പെൺവീട്ടുകാർ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, തൻ്റെ മകള് കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ നല്ല ക്യാരറ്റുള്ളവനാണോ, കൃത്യമായി ജോലിക്ക് പോകുന്നവനാണോ, എന്ത് ജോലി ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, കൂലിപ്പണിക്കാരനായിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, കൃത്യമായി ജോലിക്ക് പോകുന്നുണ്ടോ, കൃത്യമായി ജോലിക്ക് പോയി കിട്ടുന്ന ശമ്പളം വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, ആ പയ്യനെ വിശ്വസിക്കാം. ആ പയ്യൻ സ്ത്രീധനം ചോദിക്കുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് ആ പയ്യന് നിങ്ങളുടെ മകളെ കൊടുക്കാം. കാരണം ആ പയ്യൻ കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ മകളെ മാത്രമാണ്. നിങ്ങളുടെ മകളെ ഇഷ്ടപ്പെട്ടാണ് കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ എന്ത് പ്രശ്നം വന്നാലും സ്വന്തമായി ആ പ്രശ്നങ്ങൾ നേരിടാൻ ചിന്തിക്കുമെന്നല്ലാതെ പെൺവീട്ടുകാരുടെ കാശിനാൽ ജീവിക്കാമെന്ന് വിചാരിക്കത്തില്ല ഒരിക്കലും. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ. നിങ്ങളുടെ മകൾക്ക് തീർച്ചയായും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ല സ്വഭാവം വളർത്തിയെടുക്കുക. ഇങ്ങനെയുണ്ടെങ്കിൽ ആ പെൺകൊച്ചി എവിടെ പോയാലും നല്ല റെസ്പെക്റ്റ് കിട്ടും. ആരും ആ പെൺകൊച്ചിനെ ബുദ്ധിമുട്ടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യത്തില്ല. കാരണം ആ പെൺകൊച്ചിനറിയാം ഏതാണ് ശരി, ഏതാണ് തെറ്റ്. അതുമാത്രമല്ല, ഏത് പ്രതിസന്ധിയിലും തളരാതെ സ്വന്തമായി തീരുമാനമെടുക്കാൻ ആ പെൺകൊച്ചിന് കഴിയും. അതുകൊണ്ട് തീർച്ചയായും നല്ല എഡ്യൂക്കേഷൻ അത് ഉറപ്പുവരുത്തുക. അതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ത്രീധനം. അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനും അവൻ്റെ വീട്ടുകാർ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഈ ചെക്കൻ്റെ സ്വത്തും ഉയർന്ന ശമ്പളവും സ്റ്റാറ്റസും നോക്കിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഒഴിവാക്കുക. അങ്ങനെയുള്ള പെണ്ണ് നാളെ ഈ ചെക്കൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ സ്വത്ത് നഷ്ടപ്പെട്ടാൽ തീർച്ചയായും ആ ചെക്കനോടുള്ള സ്നേഹം കുറയും. പകരം ആ ചെറുക്കനെ ഇഷ്ടപ്പെട്ട് വരുന്ന പെണ്ണാണെങ്കിൽ നാളെ ഏതവസ്ഥയിലാണെങ്കിലും ആ ചെറുക്കൻ്റെ ഒപ്പം നിൽക്കും. അവർ രണ്ടുപേരും സംസാരിച്ച് പ്രശ്നങ്ങൾ നേരിടും. അങ്ങനെയുള്ള കുടുംബജീവിതമാണ് നല്ല സമാധാനത്തോടെ മുമ്പോട്ട് പോകത്തുള്ളൂ. പിന്നെ ഈ ചെറുക്കനും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ മറ്റുള്ളവരോടും പ്രത്യേകിച്ച് സ്ത്രീകളോടും നല്ല രീതിയിൽ പെരുമാറാൻ പഠിപ്പിക്കണം. അങ്ങനെ സ്ത്രീധനം, ഉയർന്ന ശമ്പളം, സ്റ്റാറ്റസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കി സ്ഥിര വരുമാനം, നല്ല സ്വഭാവം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി കല്യാണം കഴിച്ചാൽ പിന്നീട് സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള കൊലപാതകമോ മരണമോ ഒന്നും ഉണ്ടാകത്തില്ല. കുടുംബജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. ഇത് പറയുമ്പോൾ ചില പേരൻസിന് ഒരു സംശയം ഉണ്ടാകും, എനിക്കൊരു മകളാണ് ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ സ്വത്ത് ഞാൻ ആർക്ക് കൊടുക്കും? എൻ്റെ മകൾക്കല്ലാതെ വേറെ ആർക്ക് ഞാൻ കൊടുക്കും? അത് നിങ്ങളുടെ മകൾക്ക് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മകന് തന്നെ കൊടുക്കണം. അത് കല്യാണം കഴിഞ്ഞ ഉടനെ സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഒരു 5-10 വർഷത്തിന് ശേഷം മകളുടെ പേരിലോ മകൻ്റെ പേരിലോ വേറെ ആരോടും പറയാണ്ട് അവരോട് മാത്രം പറഞ്ഞു കൊടുക്കുക. അത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ പാർട്ട്ണറോട് ഒരു 5 വർഷത്തിന് ശേഷം അവർക്ക് പറയാം. കാരണം ഒരു 5 വർഷത്തിനുള്ളിൽ എന്തായാലും തൻ്റെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവും. അതിനുശേഷം അവർക്ക് തീരുമാനിക്കാം പറയണോ വേണ്ടയോ എന്നുള്ളത്. ഇതൊക്കെ നോക്കി കല്യാണം കഴിച്ചാലും പ്രശ്നം ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടാകും. അന്ന് നിങ്ങളുടെ മകനോ മകളോ നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ അവർ പറയുന്ന ഓരോ വാക്കിനും വില കൊടുക്കുക. നിങ്ങൾ ഉടനടി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക. ഇടയ്ക്കിടയ്ക്ക് മകളും മകനുമായിട്ടുള്ള അറ്റ്ലീസ്റ്റ് നേരിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ പോലും സംസാരത്തിൽ ബന്ധം നിലനിർത്തുക. അങ്ങനെ വരുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത അവർക്ക് വരത്തില്ല. ഇതുപോലെ കടുങ്കൈ ചെയ്യാൻ അവർക്ക് തോന്നത്തുമില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ തൻ്റെ ബാധ്യതകൾ തീർന്നു എന്ന് വിചാരിക്കുന്ന ഓരോ പേരൻസും അറിയാനായിട്ട് പറയുകയാണ്, മക്കൾ നമ്മളുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ ഉത്തരവാദിത്വം തീരത്തില്ല. അത് ഒന്നെങ്കിൽ നമ്മളുടെ മരണം വരെ, അല്ലെങ്കിൽ അവരുടെ മരണം വരെ. അത് അവരുടെ മരണം വരെ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഇനിയും ഒരു സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു മരണം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ.